എല്ലാവർക്കും സെക്കൻഡ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതിൽ കൂടുതലും കോൺഫിഗറേഷൻ, ജസ്റ്റ് ഒരു വിഷ്വൽ കോൺഫിഗറേഷൻ മാത്രമേ ഉള്ളൂ. ഇത് ചെയ്താലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ചെയ്താൽ നമുക്ക് വിഷ്വൽ ബ്യൂട്ടി ആയിരിക്കും നമ്മുടെ സിമുലേഷൻ്റെ ഫുൾ ടെക്സ്റ്റേഴ്സ് വൈസ് അല്ല. അപ്പോൾ ഇത് ചെയ്യേണ്ടത് നമ്മൾ കഴിഞ്ഞ പോയ ഡൗൺലോഡ് പേജിൽ തന്നെ ചെല്ലുക. 3D ക്ലയൻറ്റും നമുക്ക് ഇടാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് ടെക്സ്ചർ നോക്കാം. അപ്പോൾ മിറർ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ പേജിലോട്ട് വരും. ഹൈ ടെക്സ്ചർ പാക്കിൽ ഓരോന്ന് ഇപ്പോൾ മെർക്കുറിയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മെർക്കുറി നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ എർത്തിൻ്റെ കാണിച്ചു തരാം. അപ്പോൾ എർത്തിൻ്റെ ടോറൻ്റായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ടോറൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോറൻറ്റ് വരും. ടോറൻ്റായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ അറിയാവുന്നവർക്ക് അതായിരിക്കും എളുപ്പം. ടോറൻറ്റ് എടുത്തിട്ട് ടോറൻറ്റ് ക്ലയൻറ്റ് ഏതെങ്കിലും ഒരെണ്ണം റൺ ചെയ്ത് സേവ് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം, 32 GB ആണ് അതിൻ്റെ സൈസ്. അപ്പോൾ അതൊരു വലിയ ഇത് തന്നെയാണ്. ഈ ഇത്രയും ഫയൽസ് ഒന്ന് നോക്കി വെച്ചേക്ക്. ഈ ഫയൽസ് തന്നെ ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ടെക്സ്ചർ എന്നുള്ള ഫോൾഡറിൽ എർത്ത് എന്നുള്ള ഫോൾഡർ തുറക്കുമ്പോൾ ഇതിൽ കണ്ട ആർക്കൈവിനകത്ത് ഈ ഫയൽസ് സെയിം ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒറിജിനൽ ഇൻസ്റ്റലേഷനിൽ 1 GB ഉള്ളൂ. ഈ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് 32 GB ഫയൽസ് കിട്ടും. അപ്പോൾ ഇത് റീപ്ലേസ് ചെയ്താൽ മതി. ആ ഡൗൺലോഡ് ചെയ്ത ഫയൽസ് അതേപോലെ റീപ്ലേസ് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഹൈ ടെക്സ്ചറിൽ കാണിക്കും. അപ്പം ഇതൊന്ന് ക്ലോസ് ചെയ്തോട്ടെ. അതേപോലെ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, HTTP വഴിയിട്ട്. ഇപ്പോൾ ടോറൻറ്റ് കുറിച്ച് അറിയാത്തവർക്കാണെങ്കിൽ ഇങ്ങനെ ഇൻഡിവിജ്വലായിട്ട് ചെയ്യാം. സൈസ് ഭയങ്കര ഒരു ഫയൽ തന്നെ 14 GB അടുത്തുണ്ട്. ബ്രേക്ക് ആവാണ്ട് നോക്കുക, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ഓരോ പ്ലാനറ്റ്സിൻ്റെയും ഇതേപോലെ കിട്ടും. ഇപ്പോൾ മൂണിൻ്റെ ആണെങ്കിൽ ഏതാണ്ട് 12 GB 13 GB ഉണ്ടാവും. മാർസ് തന്നെ ഇത് മാർസിൻ്റെ പഴയ ബാക്ക് ഏതാണ്ട് 6 GB ആണ്. പുതിയ ബാക്ക് ഏതാണ്ട് 20 GB അടുത്ത് വരും. അപ്പം പുതിയ ബാക്ക് ടോറൻറ്റിലില്ല, പഴയ ബാക്കാണുള്ളത്. അപ്പം നമുക്കുണ്ടായത് ഒരു ഫയൽ തന്നെ 11 GB. കാരണം ഇത് ഓരോരോ ഫീച്ചേഴ്സാണ് നമ്മുടെ പ്ലാന്റിൻ്റെ ടെക്സ്ചർ ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഓരോ ഇതിനും കണ്ട 8 GB, അപ്പോൾ 20 GB അടുത്ത് വരും. ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക, വിഷ്വൽ ബ്യൂട്ടി. അപ്പോൾ ടോട്ടൽ അറൗണ്ട് 50 GB അല്ലെങ്കിൽ 60 GB അടുത്ത് പോകും നമ്മൾ ഇൻസ്റ്റലേഷൻ. ഇത് നിർബന്ധമുള്ള കാര്യമല്ല, പക്ഷേ ഒരു വിഷ്വൽ ബ്യൂട്ടിക്ക് നല്ലതാണ്. നമ്മൾ സ്പേസിൽ ഓർബിറ്റ് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ പ്ലാനറ്റിൽ പോകുന്ന ആ സമയത്തൊക്കെ കാണാൻ വേണ്ടി. അപ്പോൾ ടെക്സ്ചറിൻ്റെ കേസ് അത്രയേ ഉള്ളൂ. നമുക്കിനി D3D ക്ലയൻറ്റിലേക്ക് പോകാം. അപ്പോൾ അതെടുക്കണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഓർബിറ്റർ ഹോം പേജിലോട്ടൊന്നും കൂടെ പോകാം. താഴെ നമുക്ക് ഹാർമോണിക്സ് D3D9 ഗ്രാഫിക്സ് ക്ലയൻ്റ് ഉണ്ട്. ആ ലിങ്ക് വർക്ക് ചെയ്യാനുള്ള ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. അപ്പം നമുക്ക് ഹാങ്ങറിൽ പോയിട്ട് അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഞാൻ ലിങ്ക് നമ്മുടെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം, അത് ക്ലിക്ക് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ D3D9 കൂടി ഇടണം. ഞാൻ നേരത്തെ ചെയ്തപ്പോൾ D3D മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു. D3D9 ഓർബിറ്റർ 2016 എഴുതി സെർച്ച് ചെയ്താൽ കിട്ടും. ഹാർമോണിക് എന്ന് പറഞ്ഞിട്ട് യൂസറിൻ്റെ ID ഉള്ള ഫയൽ കിട്ടുകയാണെങ്കിൽ ബെറ്റർ. അത് കണ്ടു. അപ്പോൾ അതിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക, നമുക്ക് ക്ലയൻറ്റ് കിട്ടും. ഇതാണ് ആ ലിങ്ക്. ഞാൻ എന്തായാലും വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ആ പേരും കണ്ടല്ലോ, നമ്മളത് തന്നെയാണ് നമ്മൾ ഓർബിറ്ററിൽ അവിടെ കണ്ടത്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യുക. ചെറിയൊരു ഫയലാണ്. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെ ഇടുന്നത് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ക്യാൻസൽ ചെയ്താണ്, ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്. DirectX ആയതുകൊണ്ട് ചില പേരുടെ കമ്പ്യൂട്ടറിൽ DirectX ഡിസ്ട്രിബ്യൂട്ടബിൾ പാക്കേജ് ഉണ്ടാവില്ല. ഇൻ കേസ് അങ്ങനെ ഇല്ലാത്തവരാണെങ്കിൽ ഈ ഒരു സെൻറ്റൻസ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, DirectX 2010 പാക്കേജിൻ്റെ. അപ്പോൾ നമുക്ക് മൈക്രോസോഫ്റ്റിൻ്റെ സൈറ്റിൽ നിന്ന് തന്നെ ഡയറക്റ്റ് അത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഓൾമോസ്റ്റ് മിക്ക കമ്പ്യൂട്ടറിലും ഉണ്ടാവും അത്. ഗെയിമൊക്കെ കളിക്കുന്നവരാണെങ്കിൽ കൂടുതലായിട്ട് ഉണ്ടാവും. പക്ഷേ ഇല്ലെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ഡൗൺലോഡ് ചെയ്ത് ഇടുക, അല്ലെങ്കിൽ എറർ വരും. അപ്പോൾ ഇത് കഴിയുമ്പോൾ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരു ഫോൾഡറിലോട്ട് വരും. ആ ഫോൾഡറിൽ നിന്ന് ഒന്നും കൂടി എടുത്ത് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അപ്പോൾ അതിലോട്ട് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ D3D9 ക്ലയൻറ്റിൻ്റെ ഈ ഇത് അൺറാർ ചെയ്യുക. കിട്ടുന്ന ഫയൽസ് അതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ഓർബിറ്ററിൻ്റെ മെയിൻ ഇതിലോട്ട് പേസ്റ്റ് ചെയ്യാം. അപ്പം ഈ കേസിൽ നമുക്ക് റീപ്ലേസ്മെൻറ്റ് ചോദിക്കും. ഒരു ഫയൽ എന്തോ റീപ്ലേസ്മെൻ്റ് ഉണ്ട്, അങ്ങനെ റീപ്ലേസ് ചെയ്തേക്കാം.
വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പം ഇതിപ്പോൾ ഞാൻ പുതിയ ഒന്നും കൂടെ ഇട്ടേക്കുന്ന ഓർബിറ്ററാണ്. അപ്പോൾ മോഡ്യൂൾസ് ഒന്നും കൂടെ ആക്ടിവേറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇത് നമ്മളിപ്പോൾ റെഡ്, നമ്മൾ D3D9 ക്ലൈൻറ്റ് എടുക്കുമ്പോൾ റെഡിൽ ക്ലിക്ക് ചെയ്യില്ല, ബ്ലൂ ആണ് ഉപയോഗിക്കണേ. ഇപ്പോൾ ഇതിനകത്ത് മോഡ്യൂൾസ് നോക്കി അറിയാം. മോഡ്യൂൾസ് ഇപ്പോൾ പഴയ പോലെ D3D9 തന്നെ കാണാനില്ല ഇതിനകത്ത്. അത് കിട്ടണമെങ്കിൽ നമ്മൾ ബ്ലൂ വേർഷൻ ഓൺ ആക്കണം. ഓർബിറ്റർ NG-EXE ഇത് ഓൺ ആക്കി കഴിഞ്ഞിട്ട് നമ്മൾക്ക് മോഡ്യൂൾസ് മറ്റേ പോലെ തന്നെ സെപ്പറേറ്റ് ഒന്നും കൂടെ എല്ലാം ചെയ്യാം. വൺസ് ഇതൊന്നും ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും. ഇനി ഒന്നും മാറ്റില്ല, എപ്പോഴെപ്പോഴും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ട്രാൻസെക്സ്, അതേപോലെ XR സൗണ്ട് നമ്മൾ അതിൻ്റെ ഓൾറെഡി എടുത്ത് സിനാരിയോ എഡിറ്റർ, പിന്നെ ഇത് D3Dയുടെ എക്സ്റ്റേണൽ MFD എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതും കൂടെ ഈ സാധനം ഡിസ്പ്ലേ മൾട്ടിഫങ്ഷൻ ഡിസ്പ്ലേ തന്നെ ഒന്നും കൂടെ പുറത്തോട്ട് സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോയി സെയിം പഴയ സിനാരിയോ തന്നെ ഒന്നും കൂടെ എടുക്കുകയാണ്. ഇപ്പോൾ D3D ക്ലയൻറ്റ് റൺ ചെയ്യണ എങ്ങനെയാണ് കാണിച്ചു തരാം. അപ്പോൾ ഡെൽറ്റ ക്ലിയർ എടുക്കുക, അതിനകത്ത് .ISS എടുക്കുക. ഇതിൽ നമ്മൾ വീഡിയോ മാറ്റിയില്ല, വീഡിയോ സൈസ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ലോഡ് ആയിക്കോട്ടെ. Welcome aboard, Commander. All വീഡിയോ ടാബ് എടുത്തിട്ട് അതിൻ്റെ സൈസ് നമുക്ക് ഫുൾ സ്ക്രീനാക്കി, നമുക്ക് നമ്മുടെ സ്ക്രീൻ സൈസ് ഉണ്ടല്ലോ, എൻ്റെ 1600 ആണ് മാക്സിമം, 1080 അല്ല. 1080 ഉള്ളവർ അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ളവർ അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ വിൻഡോ ആക്കണമെങ്കിൽ അല്ലെങ്കിൽ തന്നെ മറ്റ് ഫുൾ സ്ക്രീനിൽ ലിസ്റ്റ് എടുത്താലും മതി. 16:9 ആണ് നമ്മുടെ റേഷ്യോ. അപ്പോൾ ഇതായിരിക്കും എൻ്റെ സ്ക്രീൻ. വേറെ ഒന്നും ഇതിനകത്ത് ചെയ്യാനില്ല. നമുക്ക് തിരിച്ചൊന്നും കൂടെ സിനാരിയോ എടുക്കുക. D3D ക്ലയൻ്റ് ആണെന്ന് അതിൻ്റെ അഡ്വാൻസ്ഡ് കൂടുതൽ അറിയാവുന്നവർക്ക് വേണമെങ്കിൽ ഇതിനകത്ത് അഡ്വാൻസ്ഡ് ഇതൊക്കെ ചെയ്യാൻ, ഫിൽറ്ററിങ്ങും അതൊക്കെ എല്ലാം നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആ രീതിയിലെല്ലാം ഇവിടെ കുറച്ചും കൂടെ ട്യൂക്ക് ചെയ്യാൻ പറ്റും അതിനകത്ത്. ഇപ്പോൾ തൽക്കാലം അതോടെ ഇരിക്കട്ടെ. സിനാരിയോ ബാക്ക് ടു സിനാരിയോ പോവുക. പാരാമീറ്റേഴ്സൊക്കെ ഓൾറെഡി നമ്മൾ സെലക്ട് ചെയ്തതാണ്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നേ ഉള്ളൂ. മോഡ്യൂൾസ് കണ്ട എല്ലാം ടിക്റ്റാണ്. അപ്പോൾ ഓക്കെ ടു ഗോ ആണ്. നമുക്കൊന്നും കൂടെ സിനാരിയോയിലോട്ട് പോകാം. ഡെൽറ്റ ഗ്ലൈഡർ .ISS ഈ കാണുന്നതാണ് D3D9 ക്ലയൻറ്റ് റണ്ണിങ് ആണ് നമ്മൾ അറിയണത്. അവിടെ പേര് അവിടെ എഴുതി വരും. അത്രമാത്രം അതുകൊണ്ട് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും ഈ ക്ലയൻ്റാണ് വർക്ക് ചെയ്യണമെന്നുള്ളത്. ആസ് യൂഷ്വൽ നമ്മൾ സ്ക്രീൻ റെക്കോർഡർ ആയതുകൊണ്ട് സ്റ്റക്ക് ഉണ്ട്. ഈ സ്റ്റക്ക് ഗെയിമിലല്ല സ്റ്റക്ക്, ഈ സ്ക്രീൻ റെക്കോർഡ് ചെയ്യണതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ സ്റ്റക്കാണത്. ഗെയിമിലത് ഫീൽ ചെയ്യില്ല. അപ്പോൾ ഈ രണ്ട് കോൺഫിഗറേഷൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമുക്ക് വേണമെങ്കിൽ ഈ വിഷ്വൽ ബ്യൂട്ടി കൂട്ടാൻ വേണ്ടി ചെയ്താൽ മതി.